കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും കേരളത്തിലെ വളർച്ചയും വികാസവും പഠന വിധേയമാക്കുമ്പോൾ ഇതിലൊരു അത്ഭുതത്തിനൊരു അവകാശവുമില്ല. പാലോറ മാതയുടെ കഥയും പാവപ്പെട്ടവർ ആടിനെ പിടിച്ച് വിതരണം ചെയ്തതും പാവപ്പെട്ടവന്റെ അന്തിക്കൂരയിൽ കിടന്നുറങ്ങിയതും അവർ കൊടുത്ത ചുട്ട ചമ്മന്തിയും കപ്പയും കഴിച്ചതും ഒക്കെ പരിപ്പുപടികളും ഒക്കെ കഥകള് താൽക്കാലികമായി ജനവഞ്ചനയ്ക്കുള്ള മാതൃകകൾ മാത്രമായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം. നോക്കൂ, ശ്രീ റെജി ലൂക്കോസ് മറച്ചുവെക്കുന്ന കാര്യങ്ങൾ. പഴയ കാലഘട്ടത്തിലെ പാലോറ മാതയിൽ നിന്നും പാർട്ടി എവിടെ എത്തിയിരിക്കുന്നു? സാന്റിയാഗോ മാർട്ടിനും ചാക്ക് രാധാകൃഷ്ണനും സംഗു ബ്രദറും ഇപ്പൊ നമ്മളുള്ള ഫയാസും കൊടുവള്ളിയിലെ വാഹന സംബോധന ചെയ്തിരിക്കുന്ന കള്ളക്കടത്തുകാരും ഇവരൊക്കെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഫണ്ടിങ് ഏജൻസികൾ. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത്തരത്തിലുള്ള യാതൊരുവിധ ബഹുജനങ്ങളുമായുള്ള യാതൊരു ബന്ധമോ കമ്മിറ്റ്മെന്റോ അവർക്കില്ല. നോക്കൂ, വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം, ഇടതുപക്ഷ സഹയാത്രികനായി പ്രവർത്തിച്ച് തന്റെ ജീവിതവും തന്റെ കാര്യങ്ങളും മുഴുവൻ പാർട്ടിക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ആ പ്രത്യയശാസ്ത്രത്തിന്റെ അപചയം കണ്ട് അവരിന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് മനു തോമസ് തുറത്തുവിട്ടിരിക്കുന്ന ഭൂതം CPM-നെ അലോസരപ്പെടുത്തുകയാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതപ്പെടുത്താത്തത് ആ പാർട്ടി കാലാകാലങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതാണ്. കള്ളക്കടത്ത് വീരന്മാർക്കൊപ്പം നിന്ന് പാർട്ടി നടത്തിയ ഹീനമായ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനത്തെ സ്ഫുരണമാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. നോക്കൂ, MV രാഘവൻ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരു ജന്മം എന്ന പേരിൽ. എത്രമാത്രം ഭീകര പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വളർന്നിരിക്കുന്നു, എത്രമാത്രം അധോലോക സംഘങ്ങളുമായിട്ട് ആ പാർട്ടി കൂട്ടുകൂടിയിരിക്കുന്നു. ഇതാണ് ഇന്ന് അവിടെ വെളിപ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. വടക്കേ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കർഷക പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച EP കൃഷ്ണൻ നമ്പ്യാർക്ക് നേരിടേണ്ടി വന്ന അവസാനത്തെ അനുഭവം എന്തായിരുന്നു? അദ്ദേഹം അനുഭവിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വീട് തീയിട്ടു, കുടുംബത്തെ ഛിദ്രമാക്കി. നോക്കൂ, മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 40 വർഷക്കാലത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച പിന്നോക്ക വിഭാഗത്തിന്റെ നേതാവ് കയ്യോൻ കണ്ണൻ, അദ്ദേഹത്തെ പാർട്ടിയുമായി ആശയപരമായി വേർപിരിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നഗ്നനാക്കി ഈ അങ്ങ് പാപ്പിനിശ്ശേരി അങ്ങാടിയിലൂടെ നടത്തിയ അനുഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പൊ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് എന്താണോ ആ താല്പര്യത്തിന് നിലപാടുകൾക്കപ്പുറത്തേക്ക് കാലാകാലങ്ങളിൽ ആരൊക്കെയാണോ തങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവർക്ക് വേണ്ടി പാർട്ടി സംസാരിക്കും. അതിന് കള്ളക്കടത്ത് വീരനാണെങ്കിൽ കള്ളക്കടത്ത് വീരൻ, അധോലോക സംഘ നായകനാണെങ്കിൽ അധോലോക സംഘ നായകന്മാർ അവർക്ക് വേണ്ടിയിട്ട് നടക്കുന്നു. നോക്കൂ, ഏത് അധ്വാനത്തിന്റെ ഏത് ലക്ഷ്യത്തിന്റെ പേരിലാണ് ഇന്ന് പാർട്ടി മുന്നോട്ട് പോകുന്നത്? ഈ മനു തോമസുമാരുടെ ചോദ്യത്തിന് മുമ്പിൽ നിന്ന് പാർട്ടി പതറുകയാണ്. അവരിന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അത്ഭുതത്തിന് അവകാശം, അങ്ങനെ ഒരു ഭീതി കൂടി പറഞ്ഞു അവർ. കാരണം പേടിയുണ്ട്, ചെറുപ്പക്കാരനാണ് മനുവിന്റെ അവസ്ഥ എന്താകുമെന്നറിയില്ല, തലേന്ന് കൂടി ആലോചിച്ചു എന്ന് പറഞ്ഞു. ഒരു മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ അവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരിക്കുമോ എന്നുള്ളത്. ഈ TP CPM വിട്ടതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ മനു ചെറുപ്പത്തിലെ തന്നെ ഈ പാർട്ടിയുടെ അപജയത്തിൽ പാർട്ടി വിട്ടു, മാത്രമല്ല പല കാര്യങ്ങളും തുറന്നു പറയുന്നു എന്നുള്ളതാണ്. നോക്കൂ, ചന്ദ്രശേഖരന്റെ ജീവിത അനുഭവങ്ങള് ആശയപരമായി അദ്ദേഹത്തോട് നിലപാടുകൾ യോജിപ്പുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. കാരണം കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലയായ വടകരയുടെ ഒഞ്ചിയം മേഖലയിൽ BJPയുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ഒരുപാട് വിഘാതം നിന്നിരുന്ന, അതിലെന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു നേതാവ് തന്നെയായിരുന്നു ശ്രീ TP എന്ന കാര്യം നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തോട് പാർട്ടി കാണിച്ചത് എന്താണ്? തന്റെ നിലപാടുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. താൻ ശരിയെന്ന് വിശ്വസിച്ച പോരാട്ടത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. അദ്ദേഹത്തിന്റെ വിവാഹം പോലും ഒരു പാർട്ടി തലത്തിലുള്ളതായിരുന്നു. ഇതൊക്കെ അന്ന് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന ബാലുശ്ശേരിക്കാരനായിരുന്നു രമയുടെ അച്ഛൻ. അദ്ദേഹം ചാരിതാർത്ഥ്യത്തോടെ 3 പെൺകുട്ടികളുടെ അച്ഛനായി പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ മകളെ ഒരു അർഹതപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തോടെയായിരുന്നു അദ്ദേഹം ആ വിവാഹം പോലും നടത്തിയത്. പക്ഷെ അദ്ദേഹം നേരിട്ടത് എന്താണ്? തന്റെ പാർട്ടി നേതാവിന്റെ അപജയത്തെ, അപഥസഞ്ചാരത്തെ, പാർട്ടി വിരുദ്ധമായ നിലപാടിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ, പിണറായിയുടെയും വൃന്ദത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തോട്, ഏത് നിമിഷവും കൊല ചെയ്യപ്പെടാം, ഏത് നിമിഷവും താൻ ഈ ഭൂമുഖത്ത് ഇല്ലാതാക്കാം. പക്ഷെ അതിനും അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ച അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഈ പാർട്ടിയെ നിങ്ങൾക്കറിയില്ലേ, പാർട്ടി ഒന്ന് ചെയ്യാൻ വിചാരിച്ചാൽ അത് ചെയ്തേ പാർട്ടി പിന്മാറുകയുള്ളൂ. അത് നടപ്പിൽ വരുത്താൻ ഏതറ്റം വരെയും പാർട്ടി പോകും. അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ക്രിമിനൽ സംഘങ്ങളെ, അതിനുവേണ്ടി ഫണ്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളെ പാർട്ടി വളർത്തിക്കൊണ്ടിരിക്കും. അതിനുകൊണ്ട് പാർട്ടിയെ ഭയന്ന് ഞാൻ ഏത് പൊത്തിലൊളിച്ചാലും എന്നെ അവിടെ പിന്തുടർന്ന് നശിപ്പിക്കാൻ മാത്രമുള്ള ആ കഴിവുകളും ആർജവത്വവും അതിനുള്ള സംഘാടകവും അതിനുള്ള എല്ലാം നേടിയെടുത്ത പാർട്ടിയാണ്. പക്ഷേ അവിടെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും
അപ്പൊ റെജി ലൂക്കോസ് പറഞ്ഞാൽ അത്ഭുതമൊന്നും നമുക്കില്ല. അത് സമർത്ഥമായി മൂടിവെക്കാനും വഴിതിരിച്ചു വിടാനുമുള്ള മറ്റൊരു വിങ്ങ് കൂടി അവർക്കുണ്ട്. ഇത്തരം ആളുകൾ അവർക്കുണ്ട്.